മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് പേട. അതുണ്ടാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടാക്കിയെടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മൈദാമാവ് അതിനകത്തോട്ട് തട്ടി നല്ലപോലെ ഇളക്കി എടുക്കാം. ആദ്യം ഒന്ന് ഡ്രൈ ആയിട്ട് വരും. കൈയെടുക്കാതെ തന്നെ ഒരു ചെറിയ ഫ്ലെയിമിൽ പാൻ വെച്ചിട്ട് അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണേ. അപ്പോഴത്തേക്കും അത് മെൽറ്റാവും. നല്ലപോലെ ഇളക്കി എടുക്കണം. ആ സമയത്ത് തന്നെ നമ്മളൊരു ഇത് ഒഴിച്ച് വയ്ക്കാൻ നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം നെയ്യ് തടവി വെക്കണേ. കുറച്ച് നെയ്യ് തടവി വെച്ചേക്കണം. കാരണം ഇത് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനെ നല്ലപോലെ ഇളക്കി ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഒരു കപ്പുണ്ടല്ലോ, മൈദാമാവിനെടുത്ത ആ കപ്പിന് അതേ അളവിൽ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ എടുക്കാം. ഒരു 3-4 ഏലക്ക പൊട്ടിച്ച് അതിൻ്റെ കുരുവും കൂടി അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് അതിനെ പൗഡറാക്കി എടുക്കാം പഞ്ചസാര. എന്നിട്ട് ഈ പഞ്ചസാരയും കൂടി നമ്മൾ ആ ചൂടാക്കി വെച്ചിരിക്കുന്ന മൈദ മാവും നെയ്യും കൂടെ ചേർത്തുള്ള മിശ്രിതത്തിലോട്ട് തട്ടിക്കൊടുക്കാം. എന്നിട്ടൊരു 1/4 കപ്പ് പാൽപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇളക്കി കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഇളക്കി ഒന്ന് മെൽറ്റാക്കി എടുക്കാം. കുറേ സമയം നമ്മൾ ഇളക്കപ്പോഴത്തേക്ക് അത് മെൽറ്റായി വരും. എന്നിട്ട് നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തോട്ട് ഇതിനെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് പരത്തി സെറ്റാക്കി മൂടി അടച്ച് ഫ്രീസറിനകത്തോട്ട് വെച്ച് 1 മണിക്കൂർ ഫ്രീസ് ചെയ്യണേ. അതിനുശേഷം എടുത്ത് നമ്മളിത് കട്ട് ചെയ്ത് ഉപയോഗിക്കണം. ഇത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണേ. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.